ഇന്ന് രാത്രിയിലെ നമ്മുടെ ധ്യാനത്തിനായി ആ വായിച്ച 103-ാം സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇത് ദാവീദിന്റെ സങ്കീർത്തനമാണെന്ന് അതിന്റെ തലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്നു. ദാവീദ് ആ 2 വാക്യങ്ങളിൽ 3 പ്രാവശ്യം അവിടെ പറയുന്നത് യഹോവയെ വാഴ്ത്തുക, അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കാം, നന്മകളെ ഓർക്കാം, ഹൃദയംഗമായി നന്ദി പറയുന്ന ദാവീദിനെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദാവീദിന്റെ സങ്കീർത്തനങ്ങളിൽ എല്ലാം തന്നെ ആദ്യം പറയുന്ന ആ കാര്യത്തോട് ചേർന്ന് ദാവീദ് പല കാര്യങ്ങളെ പുറകെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 103-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. താഴേക്ക് നാം വായിക്കുമ്പോൾ ദാവീദിന് ദൈവം ചെയ്ത 7 ഉപകാരങ്ങളെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ധാരാളം ഉപകാരങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ 103-ാം സങ്കീർത്തനത്തിൽ ദാവീദ് എടുത്തു പറയുന്ന 7 ഉപകാരങ്ങൾ, ഈ ഉപകാരങ്ങൾ ദാവീദിന് ദൈവം ചെയ്തതുകൊണ്ട് ദാവീദ് പറയുന്നു, എന്റെ മനമേ നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം, യഹോവയെ നീ വാഴ്ത്തണം. എന്തൊക്കെയാണ് ആ ഉപകാരങ്ങൾ? ഒന്നാമത്തെ ഉപകാരം, അതിന്റെ 3-ാമത്തെ വാക്യം, നിന്റെ ആകൃത്യമൊക്കെയും മോചിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദാവീദിന് പറയാനായിട്ടുള്ള കാരണം നമുക്കറിയാം. നാദാൻ പ്രവാചകൻ ദാവീദിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നീ മരണയോഗ്യനാണ്, നീ അതുപോലുള്ള അകൃത്യം നീ ചെയ്തിരിക്കുന്നു, നീ മരണയോഗ്യനാണ്. ദൈവത്തിന് സ്തോത്രം. അത് മനസ്സിലാക്കിയതായ ദാവീദ് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് രാജവസ്ത്രം അഴിച്ചു വെച്ച് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് രണ്ടുടുത്ത് വെണ്ണീരിൽ ഇരുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ അകൃത്യം വലിയതാണ്, അത് ക്ഷമിക്കുവാൻ സാധ്യതയില്ലാത്തതാണ്, അതിന്റെ പരിണിത ഫലം മരണമാണ്. അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ അകൃത്യത്തെ മോചിച്ചു കൊടുത്തു. അതുകൊണ്ട് ദൈവം അവന് വരുത്തുമെന്ന് പറഞ്ഞതായ മരണത്തിൽ നിന്ന് വിടുതലുണ്ടായി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അകൃത്യങ്ങളെ മോചിക്കുന്ന, നമ്മെ നിത്യമായ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത് നിത്യതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരേ ഒരു ദൈവം നാം സേവിച്ചു നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അഥവാ യഹോവയായിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദാവീദ് പറയുന്നു, നമ്മുടെ അകൃത്യങ്ങളെ മോചിക്കുവാൻ. വേദപുസ്തകം പറയുന്നു, എന്റെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ഞാൻ എങ്ങനെ നിലനിൽക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, അകൃത്യം വലുതാണ്, അത് നീ ഓർമ്മ വെച്ചാൽ എനിക്ക് എങ്ങനെ നിലനിൽക്കാനായിട്ട് കഴിയും. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം അകൃത്യങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും നിരൂപണം കൊണ്ടും നോട്ടം കൊണ്ടും നമ്മൾ ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ്. നമ്മൾ അകൃത്യം ചെയ്തു പോകുന്നവരാണ്. എന്നാൽ അതിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിത്വമേ ഉള്ളൂ, അത് നാം ആരാധിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദാവീദ് പറയുന്നു, എന്റെ അകൃത്യമൊക്കെ അവൻ മോചിക്കുന്നു, വേറെ ഒരു ഇടവുമില്ല. 2, അവിടെ പറയുന്നത് സകല രോഗങ്ങളെയും സൗഖ്യമാക്കും. ദൈവത്തിന് സ്തോത്രം. സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പലവിധമായിരിക്കുന്ന വ്യത്യസ്തങ്ങളായിരിക്കുന്ന രോഗം പിടിപെടുന്നവരാണ്. എന്നാൽ ആ രോഗം നമ്മെ കീഴ്പ്പെടുത്താതെ വണ്ണം, ആ രോഗത്താൽ നാം മരിച്ചു പോകാതെ വണ്ണം, ആ രോഗത്താൽ നാം ക്ഷയിച്ചു പോകാതെ വണ്ണം നമ്മെ ബലത്തോടെ നിർത്തുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഒരുപക്ഷെ നാം രോഗപ്രകാരം മരുന്നുകളും ചികിത്സകളും ഒക്കെ നാം ചെയ്യുന്നവരാണ്. അത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് രോഗിക്കല്ലാതെ വൈദ്യന് ആവശ്യമാണ്. അപ്പൊ അതിന്റെ അർത്ഥം രോഗിക്ക് വൈദ്യൻ ആവശ്യമാണ്. അത് ഭൗതികമായിരിക്കുന്ന പ്രവൃത്തിയാണ്. എന്നാൽ ആ ഭൗതികമായിരിക്കുന്ന പ്രവൃത്തിയിൽ ഫലം നൽകുന്നത് ദൈവമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അത് ഫലം നൽകുന്നത് ദൈവമാണ്. അതുകൊണ്ട് ദാവീദ് പറയുന്നത് സകല രോഗത്തെയും അവൻ സൗഖ്യമാക്കുന്നതാണ്. അതുകൊണ്ട് ആ ഉപകാരത്തെ ഓർത്ത് നീ ദൈവത്തെ
സ്തുതിക്കണം, ദൈവത്തെ ഓർമ്മ വയ്ക്കണം, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. മൂന്നാമത്തെ കാര്യം അവർ പറഞ്ഞിരിക്കുന്നു, 4-ാമത്തെ വാക്യം, അവന്റെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനവധിയായ അതുകൊണ്ടാണ് 23-ാം സങ്കീർത്തനം യഹോവയുടെ മേലാകുന്നു. അതിനകത്ത് പറഞ്ഞ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഒരടർക്കും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഇവിടെ പറയുന്നത് ജീവനെ നാശത്തിൽ നിന്നോ വീണ്ടെടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് ദൈവത്തിന്റെ കൃപയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാനാണ്. ആ നാശം, നിത്യമായിരിക്കുന്ന നാശത്തിൽ നിന്നോ യെഹൂദ പ്രവചനം പറയുന്ന ഇതൊരു വലിയ നാശമാണ്. നിത്യമായ മരണം എന്ന് പറയുന്ന, നരകം എന്ന് പറയുന്ന ഒരു നാശമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ അതേ വാക്യത്തെ ഉപയോഗിച്ചിരിക്കുന്നു. ആ നാശത്തിലേക്ക് പോകുന്നു. യൂദായെ കുറിച്ച് പറയുന്ന നാശയോഗ്യതയും നഷ്ടപ്പെട്ടു പോയി. അവർ നിത്യമരണം എന്ന് പറയുന്നത്, നരകം എന്ന് പറയുന്നത് നിത്യമായ ഒരു നാശമാണ്. ആ നാശത്തിലേക്ക് പോകാതെ വണ്ണം നമ്മുടെ ജീവനെ പരിപാലിച്ചതോ നമ്മുടെ ദൈവമാണ്. പരിപാലിക്കുന്നത് ആ ദൈവമാണ്. അവന്റെ ഉപകാരങ്ങൾ മറക്കരുത്. അവന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. വീണ്ടെടുക്കുന്നതിനുള്ള മുഴുവൻ അധികാരം ക്രിസ്തുവിനുള്ള നമുക്കറിയാം. കാരണം ക്രിസ്തുവാണ് തന്റെ നിർദോഷകരവും ജീവനുള്ളതുമായ രക്തം ഊറ്റി തന്ന മനുഷ്യനെ അവന്റെ നിത്യമായ മരണത്തിൽ നിന്നും നിത്യമായ ജീവനിലേക്ക് കൊണ്ടുവന്നത് യേശു ക്രിസ്തു ആകിയാൽ ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ജീവനെ വീണ്ടെടുക്കുവാനുള്ള ഏക വ്യക്തി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ഏക യോഗ്യൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. കാരണം അവൻ തന്റെ നിർദോഷവും പാപരഹിതമായിരിക്കുന്ന രക്തം കൊണ്ട്, ജീവനുള്ള രക്തം കൊണ്ട് നമ്മെ എല്ലാവരെയും വീണ്ടെടുത്തു. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് അവിടെ പറയുന്നത്, അവന് പറയുന്നു, നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്ത ഒരു ദൈവമുണ്ട്, അവന്റെ ഉപകാരങ്ങൾ മറക്കരുത്. ദൈവത്തിന്റെ സ്തോത്രം. 3 കാര്യങ്ങൾ നാം ചിന്തിച്ചു. ഒന്ന്, നിന്റെ അകൃത്യമൊക്കെയും മോചിച്ചുന്ന ദൈവം ഈ ദൈവമാണ്. അതുകൊണ്ട് ആ ഉപകാരങ്ങൾ നീ മറക്കരുത്. നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന യഹോവയായിരിക്കുന്ന ദൈവമാണ്. അവന്റെ ഉപകാരങ്ങൾ മറക്കരുത്. 3, നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തതായ ഒരു ദൈവം, നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. 4-ാമത്തെ കാര്യം, അതിന്റെ 4-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം, അവൻ നിന്റെ ജീവൻ അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം പറയുന്നു, യേശുവിന്റെ ദൈവത്തിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. ദൈവത്തിന് സ്തോത്രം. അവന്റെ ദയ, ആ ദൈവത്തിന്റെ കരുണ, അത് ജീവനേക്കാൾ, ഈ ലോകത്തിലെ ജീവനേക്കാൾ അത് നല്ലതാകും. അത് തിരിച്ചറിഞ്ഞ പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ജ്ഞാനവുമാകും. ദൈവത്തിന്റെ സ്തോത്രം പറയാൻ കാരണം കർത്താവിന്റെ ആ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിന്റെ കരുണയും ദയയും ഇല്ലാതെ നമുക്ക് വിജയകരമായി ജീവിക്കാൻ കഴിയും. നമ്മൾ ഓരോ ദിവസവും പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ മുൻപോട്ട് പോകുവാനിടയാകുന്നത്, ഒന്നുകൂടെ പറഞ്ഞാൽ ജീവനുള്ളവരുടെ ദേശത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നതോ നമ്മുടെ ദൈവത്തിന്റെ ദയയും കരുണയുമാണ്. ദൈവത്തിന്റെ സ്വപ്നത്തോടെ ദാവീദ് പറയുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നവനാണ്. അതുകൊണ്ട് അവൻ ഉപകാരം മറക്കരുത്. ദൈവത്തിന്റെ സ്തോത്രം. 5-ാമത്തെ കാര്യം, അതിന്റെ 5-ാമത്തെ വാക്യം, അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഭൗതിക നന്മയും നൽകുന്നവൻ ഈ ദൈവമാണ്. നാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയുടെ ജീവിതത്തിന്റെ സകലതും ദൈവത്തിന്റെ കൃപയാണ്. സകലതും ദൈവത്തിന്റെ കൃപയാണ്. ആ കൃപയെ അനുസരിച്ച് നന്ദിയുള്ളവരാണ്. ആ കൃപയെ മറക്കാതെ ദൈവസന്നിധിയിൽ നാം നന്ദിയുള്ളവരായിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിക്കുകയത്രേ ചെയ്യുന്നത്. അവന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ദരിദ്രനായിരിക്കാൻ, ഈ ലോക ജീവിതത്തിൽ ദരിദ്രനായിരിക്കാൻ ദൈവം നമ്മെ അനുവദിക്കുകയില്ല. നമ്മുടെ വായിക്ക് നന്മ കൊണ്ട് അവർ തൃപ്തി വരുത്തുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആത്മീകമായും ഭൗതികമായും
ആ നന്മ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരും. അതുകൊണ്ട് ദാവീദ് പറയുന്നു, നിന്റെ വായിൽ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നുണ്ട്, അവരുടെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും 6ാമത്തെ കാര്യം അവിടെ പറയുന്നു, അതിന്റെ 6ാമത്തെ വാക്യം, യഹോവ സകല പീഡിതന്മാർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. നമ്മുടെ ദൈവത്തെ പോലെ നീതിമാനായ നീതി ചെയ്യുന്ന ഒരു ദൈവം വേറെയില്ല. നമ്മുടെ ദൈവത്തെ പോലെ നീതി ചെയ്യുന്ന ദൈവം വേറെയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ ഒരു അമ്മച്ചി വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ മക്കള് എനിക്കിട്ട് വേറെ വെക്കുന്നില്ല. അത് ഞാൻ ചോദിച്ചാൽ അമ്മച്ചിട്ട് എഴുതുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്, അതിനെ എഴുതുന്നത് കൊണ്ടാണ് ഞാൻ ഈ പരിഭവമായി പോയത്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ആ ദൈവത്തെ ഇന്ന് മുതൽ അമ്മച്ചി ആരാധിക്കുന്നു. അമ്മച്ചി ഇതുവരെ ആരാധിക്കുന്ന ആ ദൈവത്തെ ഇനി ആരാധിക്കുന്നു. കാരണം ഒരാള് അമ്മച്ചിട്ട് വേറെ വെച്ചപ്പോൾ ആ വേറെ അമ്മച്ചിട്ട് ഏറ്റെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കുന്നതിനാണ്. അങ്ങനെ വേറെ വെക്കുന്നവന്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമാണെങ്കിൽ ആ ദൈവം എന്തൊരു ദൈവമാണ്? അതൊരു വിശ്വസ്തതയില്ലാത്ത ദൈവമല്ലേ? അപ്പോ ഇവിടെ പറയുന്നു, അവൻ നീതി ന്യായവും. നമ്മൾ നീതിമാനായിരുന്നില്ല എന്നും ആ നീതിമാനല്ലാതിരിക്കെ, നമ്മൾ ന്യായം പ്രവർത്തിക്കാത്തവരായിരിക്കെ, നീതി ന്യായം പ്രവർത്തിക്കുന്നവരായ ദൈവം നമുക്ക് വേണ്ടി യാഗമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദാവീദിന് അത് വളരെ വ്യക്തമായിട്ട് എടുത്തു പറയാനായിട്ട് കഴിയും. ദാവീദ് രാജ്യത്തിന്റെ നീതിയും രാജ്യത്തിന്റെ ന്യായവും ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ ന്യായവും അറിയാവുന്നതാണ്. എന്നാൽ അവൻ ഒരു നിമിഷം ഇതെല്ലാം ഉപേക്ഷിച്ചു കാണും. ദൈവിക നീതിയെ ഉപേക്ഷിച്ചു, ദൈവിക ന്യായം ഉപേക്ഷിച്ചു, ദൈവം ഭൗതികമായിരിക്കുന്ന നീതി ന്യായം എല്ലാം അവൻ ഉപേക്ഷിച്ചു കളഞ്ഞു. എന്നാൽ നീതിമാനായിരിക്കുന്ന ഒരു ദൈവം മടങ്ങി